എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് എല്ലാ ദിവസവും നമ്മളിങ്ങനെ യാത്രയുടെ വീഡിയോയും വിശേഷവും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കാടിൻ്റെ കാഴ്ചകളും പിന്നെ നമ്മളെ ഗ്രാമക്കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള എപ്പിസോഡുകളാണ് നമ്മൾ ഓരോ വീഡിയോസായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അല്ലെങ്കിൽ അടുത്തിടെയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് വന്നുകൊണ്ടിരുന്ന ഏകദേശം ഒരു 4-5 എപ്പിസോഡുകൾ എറണാകുളം ജില്ലയിലെ യാത്രയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ എൻ്റെ. അതായത് പൂയംകുട്ടി, പന്തപ്ര, മാമലക്കണ്ടം, പിന്നെ അതുപോലെ തട്ടേക്കാട്, ഭൂതത്താൻകെട്ട് എന്നിങ്ങനെ 4-5 സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പെട്ടെന്ന് ഇരുന്നപ്പോൾ തോന്നിയൊരു യാത്രയാണ്. അങ്ങനെയാണ് ഞാൻ എറണാകുളത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ എറണാകുളം ജില്ലയിലെ യാത്രയ്ക്ക് പോയതിൻ്റെ യാത്രയുടെ വിശേഷവും പിന്നെ നമ്മുടെ യാത്രയുടെ ചിലവുകൾ, അപ്പോൾ എല്ലാം കൂടെ വച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ കമൻറ്റിലൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എറണാകുളത്ത് എപ്പോഴാണ് പോയത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സജിത് പൊത്തോട് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളത്തേക്ക് യാത്ര പോയതിൻ്റെ ശരിക്കും പറഞ്ഞ് യാത്ര പോയി വരെയൊക്കെ ചെയ്ത് അപ്പം പോയ ദിവസം തന്നെ ശരിക്കും ഞാൻ മറന്നു. അങ്ങനെ ദിവസങ്ങൾ പോലും ഇപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കാറില്ല. ഒന്നും അങ്ങനെ മനസ്സിൽ ഓർത്ത് വയ്ക്കാനുള്ളൊരിതൊന്നുമില്ല. അപ്പോൾ ദിവസങ്ങൾ പോലും ഞാൻ ഓർത്ത് വയ്ക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഫോണിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒക്ടോബർ 27 തീയതിയാണ് കേട്ടോ ഞാൻ എറണാകുളത്തേക്ക് പോയത്. ഒക്ടോബർ 27 രാത്രി 12:30 ട്രെയിനുണ്ട് എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിൻ, കാസർഗോഡ് ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനിലാണ് ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി. പിറ്റേന്ന് രാവിലെ ഒരു 5:45 ആയപ്പം ആലുവയിലെത്തി കേട്ടോ. രാത്രി 12:30 കയറി കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിനിലാണ് കയറിയത്. സാധാ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. ഞാൻ സാധാ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് 90 രൂപയുടെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്തത്. അങ്ങനെ രാവിലെ ഒരു 5:45 ആയപ്പം ഇവിടെ നമ്മൾ ആലുവയിലെത്തി. അപ്പോൾ ആലുവയിലെത്തിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മുഖമൊക്കെ കഴുകി ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആയതിനൊക്കെ ശേഷം ഞാൻ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്ക് പോകേണ്ടത് പൂയംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പം പൂയംകുട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി. രാവിലെ 5:45 ആയപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് കോതമംഗലം ബസ് കിട്ടി. രാവിലെ ആയതുകൊണ്ട് പിന്നെ റോഡിലൊന്നും അധികം തിരക്കൊന്നുമില്ല, വെളുപ്പിനല്ലേ. അപ്പം അവിടെ നിന്ന് കോതമംഗലം ഒരു 10-18-20 കിലോമീറ്ററോളം ഉണ്ട് ഈ ആലുവയിൽ നിന്ന് കോതമംഗലത്തോട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കോതമംഗലം പ്രൈവറ്റ് ബസ് വന്നു. അങ്ങനെ നേരെ ആ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്ക് ആരെയും അറിയത്തില്ല, പുതിയ സ്ഥലങ്ങളാണ്. കേരളത്തിലാണെങ്കിൽ തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും പുതിയ സ്ഥലങ്ങളാണ്, കാണുന്നവരെല്ലാം പുതിയ ആൾക്കാരാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു 6-6:15 ഒരു ബസ്സിൽ കയറിയിട്ട് നേരെ അവിടെ നിന്ന് യാത്ര ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് യാത്ര ചെയ്ത് പെരുമ്പാവൂരൊക്കെ വഴിയാണ് കേട്ടോ പോകുന്നത്. പെരുമ്പാവൂരൊക്കെ വഴി യാത്ര ചെയ്ത് ഒരു 7:30 ആ ഒരു സമയമായപ്പോൾ ഞാൻ കോതമംഗലം ബസ് സ്റ്റാൻഡിലെത്തി. കോതമംഗലം ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് പിന്നെ എനിക്ക് പോകേണ്ട സ്ഥലമെന്ന് പറയുന്നത് അവിടെ നിന്ന് പൂയംകുട്ടി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആലുവയിൽ നിന്ന് യാത്ര ചെയ്ത് ഒരു ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിൽ കയറി യാത്ര ചെയ്ത് 7:30 ആയപ്പോൾ നമ്മൾ നേരെ എത്തിയത് കോതമംഗലത്താണ്. കോതമംഗലത്തിലാണെങ്കിൽ എത്തിയിട്ടൊക്കെ ആണെങ്കിൽ ഉറക്കക്ഷീണവും വിശപ്പും ഒന്നും പറയണ്ട, വല്ലാത്തൊരവസ്ഥയായിരുന്നു. തലേ ദിവസം ജനറൽ ടിക്കറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ട്രെയിനിനകത്തൊന്നും ഇരിക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് തോന്നുന്നു കായംകുളമൊക്കെ കഴിഞ്ഞ സമയത്താണ് എനിക്ക് സീറ്റ് കിട്ടിയത്. കായംകുളം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 12:30 കയറി ഒരു 3:30 അല്ല 2:45 3:30 ആ ഒരു സമയമാകുമെന്ന് തോന്നുന്നു. സമയമാകുമ്പോൾ എങ്ങനെ കായംകുളത്ത് ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഇരിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് പിന്നെ ആലുവ വരെയും സീറ്റിലിരിക്കുകയായിരുന്നു. ജനറൽ സീറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളെ ബാഗ് നോക്കണം. ബാഗിനകത്താണ് നമ്മുടെ വ്ളോഗിങ് സാധനം, പൈസ മൊത്തം ബാഗിനകത്താണ്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി നമ്മൾ പിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സൂക്ഷിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല. കാരണം ബാഗ്, നമ്മൾ ഇത്രയും സാധനങ്ങൾ, ഡ്രസ്സ് ഇരിക്കുന്നു, തുണി ഇരിക്കുന്നു, പൈസ ഇരിക്കുന്നു, മറ്റ് ക്യാമറ സെറ്റപ്പാണ്. ക്യാമറ തന്നെ ഒരു 50,000 രൂപ വിലയുള്ള ക്യാമറ, ഫോണ്, എല്ലാം കൂടെ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ ഒരു ശ്രദ്ധയിലായിരിക്കും കേട്ടോ. അങ്ങനെ രാവിലെ അങ്ങനെ 7:30 ആയപ്പം കോതമംഗലത്തെത്തിയപ്പോഴാണെങ്കിൽ എനിക്ക് വിശന്നിട്ട് വയ്യ, എന്ത് ചെയ്യണം അങ്ങനെ ഇരുന്നു. അങ്ങനെ നോക്കിയപ്പം പിള്ളേരൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ എന്നെ തന്നെ നോക്കുന്നു. വളരെ അവശനായിട്ട് ഞാൻ നേരെ അവിടെ ഒരു ഫുള്ള് ബംഗാളീസ്, അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ബാഗും വെച്ചിട്ട് ചാരി ഒറ്റയിരിപ്പോൾ ഇങ്ങനെ ഉറങ്ങിപ്പോകണം. ഉറക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കം.
അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെയല്ല, രാവിലെ വിശന്നും വയ്യ, എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ അവിടെ നിന്ന് കോതമംഗലത്തു നിന്ന് അവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് ചായ, പിന്നെ നമ്മളിവിടെ പോലെ വേറെ പഴക്കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് കുറവാണ് നമ്മൾ വേറെ ജില്ലയിലോട്ടൊക്കെ പോകുമ്പോൾ. അപ്പം അവിടെ നിന്ന് ഒരു ചായയും രണ്ട് പത്തിരിയും ചായയും കൂടെ വാങ്ങിച്ചു. അതായത് 2 പത്തിരിയും ചായക്കും കൂടെ 36 രൂപ എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് 10 രൂപയാണ് എല്ലാ കടിക്കും ചായക്കും 10 രൂപയാണ്. എറണാകുളം ഇടുക്കി സൈഡിലൊക്കെ പൊക്കഴിഞ്ഞാൽ നമുക്ക് 12 രൂപയാണ് കേട്ടോ ഓരോ സാധനത്തിന്. പക്ഷേ 12 രൂപയ്ക്ക് നമ്മൾ ചായ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. 12 രൂപയ്ക്കുള്ള ഓരോ ബോണ്ടയൊക്കെ ഈ സൈസ് വരും. നമ്മളിവിടെ ഇത്രയുള്ള ബോണ്ടയാണ് കിട്ടുന്നത് തിരുവനന്തപുരത്ത്. അവിടെ പൊക്കഴിഞ്ഞാൽ ഓരോ ബോണ്ടകൾ ഈ സൈസ് വരും. പിന്നെ അതേപോലെ പഴംപൊരിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു വാഴക്ക നമ്മൾ കയറി പഴംപൊരി ഉണ്ടാക്കുമ്പം ഒരെണ്ണത്തിനകത്ത് നിന്ന് ഇവിടെ 5 എണ്ണമൊക്കെ ഉണ്ടാക്കാം. അവിടെ കൂടിപ്പോയി 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് കട്ടിയുണ്ട് അതിനകത്തുള്ള ഓരോ വാഴക്കൊക്കെ. അപ്പം ഞാൻ രാവിലെ പോയിട്ട് 2 പത്തിരിയും സാമ്പാറും ചായയും കൂടിയാണ് കുടിച്ചത്. അപ്പം ആ ചായയും പത്തിരിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. പത്തിരിയും ചായയൊക്കെ കൂടെ കുടിച്ചപ്പം തോന്നും പറയണ്ട, ഭയങ്കര വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ മനസ്സിന്. എന്ന് വെച്ചാൽ ഭയങ്കര ആശ്വാസം. നല്ല വിശപ്പടിച്ചിരിക്കുന്നു. നമ്മൾ യാത്രകൾ പോകുമ്പം ഫുഡൊന്നും മാക്സിമം നമ്മൾ കുറയ്ക്കാൻ നോക്കും. കാരണം വേറൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ വരണമെന്നുള്ള കാര്യം. രണ്ടാമത്തേത് നമ്മുടെ കയ്യിൽ പൈസ കാണത്തില്ല. വളരെ ചുരുങ്ങിയൊരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പോകുമ്പോൾ അങ്ങനെ ആരെയും വിളിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. കാരണം അതിനുള്ള പൈസ എനിക്ക് കാണത്തില്ല. എനിക്ക് ഒരാൾക്കുള്ളൊരു ചിലവിനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിൽ കാണത്തുള്ളൂ. കോതമംഗലത്ത് എത്തിയതിന് ശേഷം എനിക്ക് പോകേണ്ടതെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂയംകുട്ടിയാണ്. പൂയംകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ പുലിമുരുകൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് അവിടെ ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് വീഡിയോ കണ്ടുള്ളൊരു പരിചയമാണ്, പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ. അങ്ങനെ ആ ഒരു ചേട്ടൻ്റെ വീട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ കോതമംഗലം ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ പ്രശാന്ത് ചേട്ടനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി നീ കയറേണ്ടത് പൂയംകുട്ടി ബസ് കിട്ടുമെന്ന് പറഞ്ഞു അവിടെ നിന്ന്. അപ്പോൾ നമുക്കിപ്പോൾ പൂയംകുട്ടി ബസ്സുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുട്ടമ്പുഴ കഴിഞ്ഞിട്ടാണ് പൂയംകുട്ടി. കുട്ടമ്പുഴയിൽ നിന്ന് പൂയംകുട്ടിക്ക് 12 കിലോമീറ്റർ. പിന്നെ നമ്മളിപ്പം നിൽക്കുന്ന കോതമംഗലത്തു നിന്ന് പൂയംകുട്ടിയിൽ ഒരു 30-35 കിലോമീറ്ററിലധികം ഉണ്ട്. അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് ഇത്തിരി സമയമൊക്കെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പിന്നെ നേരെ പൂയംകുട്ടിയിലോട്ടുള്ള ബസ് കയറി. പൂയംകുട്ടിക്ക് അവിടെ നിന്ന് 38 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. അതായത് കോതമംഗലത്തു നിന്ന് പ്രൈവറ്റ് ബസ്സിന് പൂയംകുട്ടിക്ക് 38 രൂപ. അപ്പം 38 രൂപയാണ് അങ്ങോട്ടുള്ള ചാർജ് എന്ന് പറയുന്നത്. അതായത് എറണാകുളം ജില്ലയിലെ ഒരു മലയോര മേഖലയാണ് ഈ കോതമംഗലം, അതുപോലെ ഈ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ അത്ര വലിപ്പമുള്ളൊരു ഗ്രാമപഞ്ചായത്താണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ബസ് കയറി. 8 മണിയൊക്കെ ആയിട്ട് ബസ് കയറി ഒരു 9:30 ആയപ്പോൾ ഞാൻ പൂയംകുട്ടിയിലെത്തി കേട്ടോ. നമ്മൾ പൂയംകുട്ടിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തട്ടേക്കാടൊക്കെ ഭയങ്കര നിബിഡമായിട്ടുള്ള വനങ്ങളും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി നമ്മൾ ബസ്സിൽ വരുമ്പോൾ. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ ഞാൻ പൂയംകുട്ടിയിലെത്തി കേട്ടോ. ഈ കോതമംഗലത്തു നിന്ന് ബസ് കയറി പൂയംകുട്ടിയിലെത്തി. അങ്ങനെ പൂയംകുട്ടിയിലെത്തിയതിന് ശേഷം നമ്മൾ നേരെ പ്രശാന്ത് ചേട്ടനെ വിളിച്ചു. പൂയംകുട്ടിയിൽ പ്രശാന്ത് എന്ന് പറഞ്ഞ ചേട്ടനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം പ്രശാന്ത് ചേട്ടൻ വേറെ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ പൂയംകുട്ടിയിലെത്തിയ സമയത്തിന് ഞാൻ കോതമംഗലത്ത് എത്തിയപ്പോൾ വിളിച്ചു. അവിടെ ചെന്നിട്ട് ബിജു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഞാൻ പൂയംകുട്ടിയിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ ബിജു എന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ചു. അപ്പോൾ തന്നെ ചേട്ടൻ അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു, ബസ്സിൻ്റെ അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് പൂയംകുട്ടിയിലെ അവിടെ ഒരു കടയുണ്ട്, കടയിൽ കയറി ചായയൊക്കെ മേടിച്ച് തന്നു. ചായയൊക്കെ അവിടുത്തെ ചേട്ടന്മാർ മേടിച്ച് തന്നു. ചായയൊക്കെ മേടിച്ച് തന്നതിന് ശേഷം ഞാൻ നേരെ പോയത് ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ പ്രശാന്ത് ചേട്ടൻ അപ്പോഴും ഞാൻ കാണുന്നില്ല. ബിജു ചേട്ടൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ബിജു ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഭയങ്കര ക്ഷീണമായിരുന്നു. അവിടെ ജസ്റ്റ് ഒന്ന് കിടന്നൊക്കെ ഉറങ്ങി, കിടന്നുറങ്ങി. പിന്നെ അവിടെ നിന്നാണ് ഈ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ അവിടെ നിന്നായിരുന്നു നമ്മൾ നിന്ന മൊത്തം ദിവസം അവിടെയായിരുന്നു. ഒരു 4-5 ദിവസവും ബിജു ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അവിടെയായിരുന്നു എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് നമ്മുടെ പ്രശാന്ത് ചേട്ടൻ. അങ്ങനെ ബിജു ചേട്ടൻ്റെ വീട്ടിലൊരു 5-6 ദിവസം അങ്ങനെ നിന്നിരുന്നു. അങ്ങനെ ചെന്ന ദിവസം തന്നെ 27-ാം തീയതി ഇപ്പോൾ 28-ാം തീയതിയാണ് അവിടെ എത്തുന്നത്. 28-ാം തീയതി അവിടെ എത്തിയതിന് ശേഷം ഈ ബിജു ചേട്ടനും ഞാനും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവിടെ ചെന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പം കാണുന്ന കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന കൃഷികൾ അതൊക്കെ തന്നെയാണ് എനിക്ക് അവിടെ ചെന്നപ്പം പൂയംകുട്ടിയിൽ ചെന്നപ്പോൾ കാണാൻ പറ്റിയത്. കാരണം ഒരു വനം,
ഞാൻ പോയ സെറ്റിൽമെൻറ്റിൻ്റെ പേര് വെള്ളാരംകുത്ത് എന്നാണ് കേട്ടോ ആ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ പേര്. ഇപ്പോൾ സാധാരണമായിട്ടുള്ള വനം, പിന്നെ നമ്മളിവിടെയുള്ള മഞ്ഞൾ കൃഷി, അതുപോലെ ഇഞ്ചി കൃഷി, പിന്നെ മലയിഞ്ചി കൃഷി, റബ്ബർ കൃഷി, കൊക്കോ കൃഷി, പിന്നെ കരിമഞ്ഞൾ, അങ്ങനെ നിരവധി കൃഷികൾ, ജാതി, ഗ്രാമ്പു. അപ്പം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇപ്പം പിറകിൽ ഇവിടെയൊക്കെ തെങ്ങും ഇവിടെയൊക്കെ ഉണ്ട്, ഗ്രാമ്പ്, അതൊക്കെ നമ്മളെ വീടിൻ്റെ സൈഡിലും വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൃഷി, പിന്നെ മുറ്റമൊക്കെ നല്ല വൃത്തി. അത് നമ്മുടെ ഈ ഊരുകളിലൊക്കെ പൊക്കഴിഞ്ഞാൽ മിക്ക ഊരുകളിലും വീടിൻ്റെ സൈഡൊക്കെ ഭയങ്കര വൃത്തിയായിരിക്കും കേട്ടോ. അങ്ങനെ കണ്ടപ്പോഴേ നമ്മുടെ ഊരിലൊക്കെ നിൽക്കുന്നത് പോലത്തെ ഒരു ഫീല്. ഇതിനു മുമ്പ് വേറെ സ്ഥലങ്ങളിലൊക്കെ ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്നും പറയാനും ഷെയർ ചെയ്യാനും ആരുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത് വേറൊരു രസമാണ്. ഇപ്പം പൂയംകുട്ടിയിൽ ചെന്നപ്പോൾ എനിക്ക് അത്തരത്തിലൊരു സംഭവമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. ഊരിലുള്ള മിക്കവരും അടിപൊളിയാണ്. ഭയങ്കര സംസാരവും എല്ലാവരും നല്ല രീതിക്ക് തന്നെയായിരുന്നു. അവിടുത്തെ ചേട്ടൻ്റെ മക്കൾ, അതുപോലെ അവിടെ ചേട്ടൻ്റെ വൈഫ്, അങ്ങനെ എല്ലാവർക്കും നല്ല രീതിക്കുള്ള ഇതായിരുന്നു. കാരണം അവർക്ക് തിരുവനന്തപുരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കണം, അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേൾക്കണം. അങ്ങനെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു, അവരവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു. പിന്നെ പ്രശാന്തിയായിട്ട് എല്ലാവരും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 5 ദിവസം നമ്മൾ പൂയംകുട്ടിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്ന ദിവസം ഞാൻ ആദ്യം നമ്മുടെ പുലിമുരുകൻ പാലത്തിൻ്റെ അവിടെ നിന്ന് വെള്ളാരംകുത്ത് ഊര് എന്ന് പറയുന്നൊരു എപ്പിസോഡ് എടുക്കാൻ വേണ്ടി ബീച്ചേട്ടൻ്റെ കൂട്ടത്തുള്ള വേറൊരു ചേട്ടനുണ്ടായിരുന്നു. ഞാനും ആ ചേട്ടനും ബീച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ചേട്ടനും കൂടെയാണ് പോയത്. അവിടെ ചെന്നിട്ട് നമ്മൾ പുലിമുരുകൻ പാലത്തിൻ്റെ അവിടെ നിന്ന് റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ ഈ പൂയംകുട്ടി പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് വരുമ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഓഫീസുണ്ട്. മലയാറ്റൂർ ഡിവിഷൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ് ഈ ഏരിയകളെല്ലാം. അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മരങ്ങൾ ചിലതൊന്നും അങ്ങോട്ട് കാണാറില്ല, അതുപോലെ അങ്ങോട്ടുള്ള മരങ്ങൾ ഇങ്ങോട്ട് കാണാറില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര വലിയ മരങ്ങൾ കണ്ടു. അതായത് വെള്ളച്ചീനി എന്ന് പറയുന്ന ഒരു തരം മരം. അപ്പോൾ അതിൻ്റെ ഇല ടൈപ്പുള്ള മരങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെയുള്ള മരങ്ങളല്ല അത്. വെള്ളച്ചീനി എന്ന് പറയുന്ന ഒരു സൈസ് മരം, ഭയങ്കര വലിപ്പത്തിലുള്ള മരങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. അങ്ങനെ ഈ ഒരു പൂയംകുട്ടി പാലം കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് അക്കരെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ്, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് പാലം, പിന്നെ അതിൻ്റെ താഴെ കൂടെ ഒരു വെള്ളാരംകുത്ത് തോട്, അങ്ങനെ ഒരു തോട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ മണികണ്ഠൻ ചാൽ എന്ന് പറയുന്ന ചെറിയൊരു ഇതുണ്ട്, ടൗണുണ്ട്. അതിൻ്റെ പിറകിൽ മണികണ്ഠൻ ചാലിനുള്ള പാലത്തിനെ പറയുന്ന മണികണ്ഠൻ ചാൽ ചപ്പാത്ത്, അങ്ങനെ അവിടെ ഒരു സ്ഥലം. അത് കഴിഞ്ഞ് മണികണ്ഠൻ ചാൽ ടൗണ്. പിന്നെ അത് കഴിഞ്ഞ് മേളിലോട്ട് ചെല്ലുമ്പോൾ പിന്നെ മണികണ്ഠൻ ചാൽ ടൗൺ കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിലോട്ട് സെറ്റിൽമെൻറ്റ് തുടങ്ങുകയാണ്, വെള്ളാരംകുത്ത് എന്ന് പറഞ്ഞ സെറ്റിൽമെൻറ്റ്. അപ്പോൾ സെറ്റിൽമെൻറ്റിൻ്റെ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കവുങ്ങിൻ്റെ കൃഷിയും കൊക്കോയുടെ കൃഷിയും മഞ്ഞൾ കൃഷിയും, പിന്നെ നമ്മുടെ സെറ്റിൽമെൻറ്റുകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വീടുകളും, അങ്ങനെ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ വെള്ളാരംകുത്ത് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ്. അങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ സെറ്റിൽമെൻറ്റൊക്കെ കണ്ട് സെറ്റിൽമെൻറ്റിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ വന്ന് ചേട്ടൻ്റെ വീട്ടിൽ കിടന്നു. ഞാൻ പോയ ദിവസമൊക്കെ അത്യാവശ്യം മഴയുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മുടെ പ്രശാന്ത് ചേട്ടൻ വന്നു. വൈകുന്നേരം പ്രശാന്ത് ചേട്ടൻ വന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ യാത്ര പോയി. പിറ്റേ ദിവസം ഞാൻ യാത്ര പോയതെന്ന് പറയുന്നത് ഈ വെള്ളാരംകുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പൂയംകുട്ടി 12 കിലോമീറ്ററാണ്. പൂയംകുട്ടിയിൽ നിന്ന് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാമലക്കണ്ടം റൂട്ടിൽ പോകാൻ പറ്റും. മാമലക്കണ്ടം റൂട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോയത് വെള്ളാരംകുത്ത് വഴി പന്തപ്ര എന്ന് പറഞ്ഞൊരു സ്ഥലം. ആദ്യം നമ്മൾ എത്തുന്നത് പന്തപ്ര, പിണവൂർക്കുടി എന്നൊക്കെ പറയുന്നത് ഈ ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ്. പിണവൂർക്കുടി, പന്തപ്രയൊക്കെ ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ്. അതുവഴി കാട് വഴി ഒരു വഴിയുണ്ട്, അത് അടിമാലി, മൂന്നാർ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. ആ കാട് വഴിയുള്ള ആ വഴി കൂടെ, അത് ഈ KSRTCയുടെ ജംഗിൾ സവാരിയൊക്കെ നടത്തുന്ന കാട് വഴിയുള്ള ഒരു റൂട്ടാണ്. ആനയൊക്കെ ഉള്ള ഒരു റൂട്ടാണ്. മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് വേണം ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതിലേ യാത്ര ചെയ്ത് നമ്മൾ പോയി. പന്തപ്ര കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാമലക്കണ്ടത്തിന് താഴെ കുറച്ചിങ്ങനെ സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെ ഒരു 4-5 കിലോമീറ്ററോളം കൊടും വനമാണ്, ഒറ്റ മനുഷ്യനില്ലാത്ത. നമ്മുടെ കോട്ടൂരിൽ നിന്ന് നമ്മൾ 6 കിലോമീറ്റർ വാലിപ്പാറയൊക്കെ വരുന്നത് പോലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഉൾവനം. അപ്പം അവിടെ ടാറിങ്ങൊന്നുമില്ല, സാധാ കോൺക്രീറ്റുള്ള റോഡാണ്. നമ്മൾ അതിലെ യാത്ര ചെയ്ത് പതിയെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്. അവിടെ ഫുള്ള് കാടാണ്, ഒറ്റ വീട് പോലും ഇല്ല ഈ ഒരു 4-5 കിലോമീറ്റർ. അങ്ങനെ അതിലെ യാത്ര ചെയ്ത് ഫസ്റ്റ് നമ്മളൊരു സെറ്റിൽമെൻറ്റിൽ വരും. അതുവഴി നമ്മൾ താഴേക്ക് റോഡാണ്. അതുവിടെ നിന്ന് കുറച്ച് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് റോഡുണ്ട്. അതിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിമാലി, മൂന്നാർ അങ്ങോട്ട് പോകാൻ പറ്റും.
അവിടെ നിന്ന് പിന്നെ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ നമുക്ക് മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ പറ്റും കേട്ടോ. മാമലക്കണ്ടം എറണാകുളം ജില്ലയിലെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് മാമലക്കണ്ടം. മാമലക്കണ്ടം സ്കൂളിൻ്റെ പിറകിലൂടെ വരുന്ന വെള്ളച്ചാട്ടം, അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ ഒരു സ്കൂളിൻ്റെ ബാക്കിൽ, സ്വന്തമായിട്ടൊരു സ്കൂളിൻ്റെ ബാക്കിൽ ഒരു വെള്ളച്ചാട്ടം, ആ സ്കൂളിനകത്ത് നിന്ന കുട്ടികൾക്ക് വെള്ളച്ചാട്ടത്തിനെ കാണാനും അവിടുത്തെ മലനിരകളൊക്കെ കാണാനും, അങ്ങനത്തെ ഒരു സ്കൂള്, അവിടുത്തെ ഒരു അന്തരീക്ഷം, അതൊക്കെ ഞാൻ വേറെ പല സ്ഥലങ്ങളിലും സ്കൂളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സ്കൂള് കേരളത്തിൽ മാമലക്കണ്ടത്താണ് കേട്ടോ. ഏറ്റവും മനോഹരമായിട്ടുള്ള കേരളത്തിലൊരു സ്കൂളെന്ന് പറയുന്നത് അത് മാമലക്കണ്ടത്തെ ഗവൺമെൻറ് ഹൈസ്കൂളാണ്. അതെനിക്ക് ഭയങ്കര, എൻ്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കര ഒരു മെമ്മറി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാമലക്കണ്ടത്തെ ഈ ഒരു സ്കൂളെന്ന് പറയുന്നത്. അപ്പം മാമലക്കണ്ടത്ത് എത്തിയിട്ട് പിന്നെ നമ്മൾ കൂടുതലും എറണാകുളത്തേക്ക് യാത്ര ചെയ്തത്, എറണാകുളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ കൊച്ചിയും ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഏകദേശം 30-33 ലക്ഷം ആൾക്കാർ താമസിക്കുന്നൊരു ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. അപ്പം മെട്രോപൊളിറ്റൻ സിറ്റീനെ പറ്റിയിട്ടൊക്കെ സർക്കാരും ഒക്കെ പറയുന്ന കാര്യമാണ്. പക്ഷേ എറണാകുളം ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇന്നും വൈദ്യുതിയും നെറ്റ്വർക്കും പിന്നെ അതുപോലെ റോഡ് മാർഗം പോലും ഇല്ലാത്ത, നല്ല രീതിക്ക് റോഡ് മാർഗം ജീപ്പൊക്കെ ജങ്കാറിൽ കയറ്റിക്കൊണ്ട് പോയിട്ട് സർവീസ് നടത്തുന്ന ഗ്രാമങ്ങൾ, അത്തരത്തിലുള്ള ഗ്രാമങ്ങൾ വരെ നമുക്ക് എറണാകുളം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. കാരണം കൊച്ചി മെട്രോ ഇതൊക്കെ ഒരു ഭാഗത്ത് പോകുമ്പോൾ മറുഭാഗത്ത് റോഡും വൈദ്യുതിയും ഒന്നുമില്ലാത്ത ഗ്രാമങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഉത്തരേന്ത്യയുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത് പോലെ, പ്രധാനമന്ത്രി വന്നപ്പം ചേരികൾ മറച്ചു വെച്ചതുപോലെ, ഒരു സൈഡിൽ എന്താണ് കൊച്ചി മെട്രോയുടെ പണികളും ഓരോരോ സ്ഥലങ്ങളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറുവശത്ത് നെറ്റ്വർക്കും കറണ്ടുകളും വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളുള്ള കുറേ ഗ്രാമങ്ങൾ എറണാകുളം ജില്ലയിലുണ്ട്. അത് ഉള്ളതെന്ന് പറയുന്നത് പിണ്ടിവന ഗ്രാമപഞ്ചായത്തിലും പിന്നെ അതുപോലെ ഈ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത്, പിണ്ടിവന ഗ്രാമപഞ്ചായത്തിലും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ആദിവാസി വിഭാഗക്കാർ താമസിക്കുന്ന ഈ 2 ഗ്രാമപഞ്ചായത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്നത് ഈ നമ്മുടെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പിണവൂർക്കുടി, മാമലക്കണ്ടം സൈഡ്, പിന്നെ പന്തപ്ര, പൂയംകുട്ടി, പിന്നെ വാരിയം, തേര, കല്ലേലിമേട്, അങ്ങനെ ഒരുപാടധികം സ്ഥലങ്ങൾ ഇങ്ങനെ എറണാകുളം ജില്ലയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് കയറി ചെന്ന് അവിടുത്തെ ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, വിഷയങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് വഴി മുമ്പിലേക്ക് എത്തിക്കാനായിട്ടായിരുന്നു പ്ലാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്, ഉള്ളിലേക്ക് പോയിട്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ വനം വകുപ്പ് ഭയങ്കര വിഷയമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിനി ഒരു ദിവസം നമ്മൾ പൈസയൊക്കെ ഒപ്പിച്ചിട്ട് പെർമിഷനൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യും, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അവിടെ നിന്ന് വന്നത്. അങ്ങനെ മാമലക്കണ്ടത്ത് എത്തിയിട്ട് പിന്നെ അവിടെ എങ്ങനെ നിന്ന് മാമലക്കണ്ടത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാൻ സമയത്താണ് അബിൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ട്രാവൽ ട്രെൻഡ് വിത്ത് അബിൽ എന്നാണ് ചാനലിൻ്റെ പേര്. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു ചേട്ടനാണ്. അപ്പം പുള്ളിക്ക് അത്ര ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഹങ്കാരം ചാടയൊന്നുമില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ചിലവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിന് റിപ്ലൈ കൊടുക്കൂല, കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യൂല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യർക്ക് സപ്പോർട്ടുണ്ട്. നമ്മൾ കമൻറ്റിന് റിപ്ലൈ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് പൊതുവെ സ്വാഭാവികമായിട്ടും വ്യൂ കുറവാണ്. ഒരു അഹങ്കാരം ചാടി കാണിക്കരുത്, അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ്, അതിലെനിക്ക് വിഷമമൊന്നുമില്ല. അപ്പം നമ്മളങ്ങനെ ഈ അബിൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് കേട്ടോ. അങ്ങനെ മാമലക്കണ്ടത്താണ് പുള്ളിയുടെ വീട്. അങ്ങനെ അബിൽ ചേട്ടനെ കണ്ടു. അപ്പം ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ വനത്തിൽ വീഡിയോസ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ പ്രശാന്ത് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പ്രശാന്ത് എന്ന് പറഞ്ഞ ചേട്ടനെ കൊണ്ട് നമ്മൾ അബിൽ ചേട്ടനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ അബിൽ ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞു തന്നു. അവിടെ നിന്ന് അത്യാവശ്യം അടുത്തൊരു സ്ഥലമുണ്ട്, കൊയിനിപ്പാറ എന്ന് പറയും. കൊയിനിപ്പാറ വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊരു ട്രക്കാണ്, അതായത് ട്രക്കിംഗ് ആണ്, പിന്നെ നടക്കുകയും ചെയ്യണം. കൂടുതലും ജീപ്പ് സഫാരിയാണ് കൊയിനിപ്പാറ എന്നുള്ളത്. മാമലക്കണ്ടം ജംഗ്ഷനിൽ തുടങ്ങുന്നൊരു ജീപ്പ് സഫാരി കൊയിനിപ്പാറ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സിറ്റിയൊക്കെ കാണാൻ പറ്റും. എറണാകുളം സിറ്റി, കൊച്ചി സിറ്റി ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം അതായത് ഈ കൊയിനിപ്പാറ എന്ന് പറയുന്നത്. കൊയിനിപ്പാറയ്ക്ക് പോകാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ പിന്നെ സമയമായി, പിന്നെ കൊയിനിപ്പാറയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം പന്തപ്ര വഴി നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കേരളത്തിലെ മലയോര മേഖലയാണ് ഈ പന്തപ്ര, മാമലക്കണ്ടം എന്നൊക്കെ പറയുന്നത്. അപ്പം അത്യാവശ്യം തെങ്ങിൻ്റെ കൃഷി, കവുങ്ങ് കൃഷി, അതുപോലെ കൊക്കോ കൃഷി, പിന്നെ അതുപോലെ ജാതി കൃഷി, പിന്നെ കാപ്പി കൃഷി, അങ്ങനെ നിരവധി കൃഷികളാണ് ഈ മലയോര മേഖലയിലൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ കാട്ടാന ശല്യം, അങ്ങനെയൊക്കെയുള്ളൊരു മേഖലയാണ് ഈ മാമലക്കണ്ടം. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പോയ ഈ ഭാഗങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കാട്ടാന ശല്യമുള്ള ഏരിയകളാണ് എറണാകുളം ജില്ലയിൽ. അങ്ങനെ നമ്മൾ അബിൽ ചേട്ടനെ കണ്ടു. അബിൽ ചേട്ടനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ
നമ്മുടെ പ്രശാന്ത് ഏട്ടൻ്റെയും അതുപോലെ ബീച്ചേട്ടൻ്റെയൊക്കെ വീടുള്ള വെള്ളാരംകുത്ത് ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. അന്ന് പിന്നെ പോയിട്ട് അവലിച്ചേട്ടനെ കണ്ട് ഒരുപാടധികം സമയം നമ്മളവിടെ താമസിച്ച് നിന്ന്. പിന്നെ അവിടെ നിന്ന് പിണോർക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ താമസിച്ചുകൊണ്ട് നമ്മൾ അവിടെ പോയില്ല. പിണോർക്കുടി വന്നപ്പോൾ തന്നെ നല്ല ഇരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ യാത്ര നമ്മളങ്ങനെ അവിടെ അവസാനിപ്പിച്ചു. പിണോർക്കുടിയുടെ അവിടെ വെച്ച് തന്നെ നമ്മുടെ അന്നത്തെ യാത്ര അങ്ങനെ അവസാനിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞാൻ വന്ന വഴിക്ക് പിന്നെ ഞാൻ വണ്ടി ഓട്ടിച്ച് അവിടെ നിന്ന് പൂയംകുട്ടി വരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിണോർക്കുടിയുടെ അവിടെ നിന്ന് പൂയംകുട്ടി ആ സ്ഥലം വരെ നമ്മുടെ സെറ്റിൽമെൻറ്റ് വരെ ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. പിന്നെ നമ്മൾ രാവിലെ പോയപ്പോഴേ നമ്മൾ ഈ വ്ളാവന ഫെറി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വ്ളാവന ഫെറിയിൽ ജങ്കാറിൽ വണ്ടി കയറ്റിയിട്ട് ജീപ്പ് കയറ്റിയിട്ട് അക്കരെ കയറ്റും. അക്കരയിൽ നിന്ന് ഇക്കരോട്ടും വരും ജീപ്പിനെ വെള്ളത്തിനകത്ത് കയറ്റിയിട്ട് അക്കരയോട്ട് ജീപ്പ് കൊണ്ടിറക്കും. പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാനുള്ള ആൾക്കാർക്ക് ഇപ്പുറത്ത് കൊണ്ടിറക്കും. അവിടെ സ്ഥലത്ത് പാലമൊന്നുമില്ല. അപ്പം പാലമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ പ്രധാന യാത്രാമാർഗ്ഗം എന്ന് പറയുന്നത് ഈ വ്ളാവന ഫെറിയാണ്. ഈ വ്ളാവന ഫെറിയിൽ വണ്ടി കൊണ്ട് ഇറക്കിയിട്ട് അക്കരെയുള്ളവർ പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. അതായത് ഉൾഗ്രാമങ്ങളിൽ കല്ലേലിമേട്, പിന്നെ അതുപോലെ വാരിയം, തേര, അങ്ങനെ 3-4 ഭയങ്കരമായിട്ട് ഉള്ളിൽ കിടക്കുന്ന സെറ്റിൽമെൻറ്റുകളുണ്ടെന്നാണ് എനിക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടെ കറണ്ടില്ല, നെറ്റ്വർക്ക് ഇല്ല, അങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ അവിടെ വീഡിയോസ് എടുക്കാൻ പോകാനൊന്നും പറ്റിയില്ല. അവിടുത്തെ ജനങ്ങളെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഈ ഫെറി എന്ന് പറയും, വ്ളാവന ഫെറിയിൽ കടത്തുവെള്ളം കയറി ഇക്കരെ വരുന്നു. അവർക്ക് പ്രധാനമായിട്ടുള്ള വലിയ ടൗൺ എന്ന് പറയുന്നത് കുട്ടമ്പുഴ ടൗണാണ്. 10-30 കിലോമീറ്ററാണ് ഈ വ്ളാവനയിലെ ഉൾഗ്രാമങ്ങളിൽ നിന്നും തൊട്ടടുത്തുള്ള ടൗണായിട്ടുള്ള കുട്ടമ്പുഴയിലൊക്കെ എത്താനായിട്ട്. 24-28 കിലോമീറ്ററിലധികം ദൂരമുണ്ട് അവർക്കൊക്കെ ടൗണിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അവിടെ ഒരു പാലമില്ല. അപ്പോൾ അതാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരുപാടധികം മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റി. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തതിനെക്കാട്ടിലും അധികം പ്രശ്നങ്ങൾ എറണാകുളം ജില്ലയിൽ, ഒരു ഭാഗത്ത് കൊച്ചി മെട്രോ ഓടുന്നു, മറുഭാഗത്ത് നെറ്റ്വർക്കും വൈദ്യുതി ഇല്ലാത്ത ഒരുപാടധികം ഗ്രാമങ്ങളും എറണാകുളം ജില്ലയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അന്നത്തെ 2-ാം ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും പൂയംകുട്ടിയിലേക്ക് യാത്ര ചെയ്തു. അന്ന് രാത്രി ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ നേരെ നമ്മുടെ ബീച്ചേട്ടൻ്റെ വീട്ടിലെത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്ന് രാത്രി ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം വീഡിയോ എഡിറ്റിങ്, പിന്നെ ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. 3-ാമത്തെ ദിവസം ഞാൻ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. അന്ന് എവിടെയും പോയില്ല. 3-ാമത്തെ ദിവസം ഞാൻ നല്ല രീതിക്ക് ഉറക്കമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 4-ാം ദിവസമായി. 4-ാം ദിവസം ആയപ്പോൾ പിന്നെ എനിക്കും നല്ല രീതിക്ക് ക്ഷീണമുണ്ട്. പിന്നെ ബീച്ചേട്ടനും അന്ന് പിന്നെ അത്യാവശ്യം വെറിയുണ്ടായിരുന്നു, വേനലുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ മരം വെട്ടാൻ പോയി. പിന്നെ ഞാൻ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിന്നില്ല 4-ാമത്തെ ദിവസം. പിന്നെ അന്ന് എവിടെയും പോയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം അതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു 5-ാമത്തെ ദിവസം ഞാൻ പിന്നെ രാവിലെ ഇറങ്ങി. രാവിലെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഞാൻ പിന്നെ അന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്തത് ആദ്യം ഞാൻ വന്നത് തട്ടേക്കാടൊക്കെ നമ്മൾ കോതമംഗലത്ത് നിന്ന് പൂയംകുട്ടി പോകുന്ന റൂട്ടിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ഉള്ളത്. എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം, സലീം അലി പക്ഷി സങ്കേതം എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ വെളിയിലൊരു പാർക്കുണ്ട്. അവിടെ 65 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ക്യാമറയ്ക്ക് 45 രൂപ, അത്രയേ ആയുള്ളൂ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ പോയി. അവിടെ നിന്ന് ഞാൻ അവിടെ നിന്നപ്പോൾ വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനെ ഞാനും കൂടെ പിന്നെ ആ ഒരു തട്ടേക്കാട് പക്ഷി സങ്കേതമൊക്കെ പോയി കണ്ടിട്ട്, പിന്നെ അതിനകത്ത് കുറച്ച് പാർക്കുണ്ട്. അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ പക്ഷികളൊക്കെ ഉണ്ട്. തട്ടേക്കാട് വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പക്ഷികൾ, അതിനെയൊക്കെ ഇങ്ങനെ കൂട്ടിലാക്കിയിട്ടും, പിന്നെ 2-3 പെരുമ്പാമ്പുകൾ, പിന്നെ കുരങ്ങന്മാർ, അങ്ങനെ കുറേ പാർക്കിനകത്തുണ്ട്. പിന്നെ അതൊക്കെ കണ്ടിട്ട് അതിനകത്തൊരു ബട്ടർഫ്ലൈ പാർക്കുണ്ട് ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനുള്ളിൽ ആ ഈ ബട്ടർഫ്ലൈ പാർക്കൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങി. അവിടെ നിന്ന് ഒരു 1 മണി 1:30 ആയപ്പോൾ ഞങ്ങൾ 12:30 1 മണിക്കകത്ത് ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്താണെന്ന് പറഞ്ഞു ഭൂതത്താൻകെട്ട് അണക്കെട്ട്. എറണാകുളം ജില്ലയിലെ ഒരു അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി. അപ്പോഴും ഞാൻ ഈ ചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, നിന്നെ ഞാൻ ഭൂതത്താൻകെട്ടിൻ്റെ അവിടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് 2-3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ചേട്ടൻ അവിടെ നിന്ന് തന്നെ കൊണ്ടുപോയി. പക്ഷേ ആ വീഡിയോ ആണ് ഞാൻ എറണാകുളം ജില്ലയിൽ യാത്ര പോയിട്ട് അങ്ങനെ അധികാരം കാണാത്തത്. അതായത് ലെങ്ത് ഇല്ല വീഡിയോ, കാരണം ഒരുപാടധികം പേരും നമ്മുടെ വീഡിയോസ് നല്ല ലെങ്തുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ വീഡിയോയ്ക്ക് വ്യൂ വരാത്തത്. അപ്പം ആ ചേട്ടൻ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് നേരെ നമ്മുടെ എറണാകുളത്ത്
ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ അവിടെ കൊണ്ട് നിർത്തി. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ നിന്ന് പോയി, എന്നെ അവിടെ ആക്കിയിട്ട് പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ ഒറ്റയ്ക്കായി. അവിടെ നിന്ന് ഒറ്റയ്ക്ക് പിന്നെ ഒരു കടയിൽ കയറി ഒരു ചായ കുടിച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബോണ്ട, ഈ സൈസുള്ള ബോണ്ട, ഇരുന്നങ്ങ് തിന്ന ഒരു വലിയ ബോണ്ട. പിന്നെ ഒരു പഴംപൊരിയും തിന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു പഴംപൊരിക്കും ബോണ്ടയ്ക്കൊക്കെ. അങ്ങനെ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അകത്തോട്ട് കയറിയിട്ട് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ വന്നപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്, ഡാമിൻ്റെ വലിയ രീതിക്കുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റൂല ശരിക്കും. ഡാം നിയമപ്രകാരം പ്രശ്നമാണ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അതിൻ്റെ ബാക്കിലൊരു പാർക്കുണ്ട്. അപ്പം പാർക്കിൽ വീഡിയോസ് എടുക്കണമെങ്കിൽ 100 രൂപ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, 100 രൂപ എടുത്തങ്ങ് കൊടുത്ത് ടിക്കറ്റിൻ്റെ ചാർജ് അങ്ങ് എടുത്ത് കൊടുത്തു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആ പാർക്കിൻ്റെ അകത്തെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഡാമിൻ്റെ മണ്ടയിൽ കൂടെ ചെറിയ രീതിയിലുള്ള വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം ഒരു 3-3:30 ആയപ്പോൾ തന്നെ അവിടുത്തെ നമ്മുടെ എറണാകുളം ജില്ലയിലെ ആ ഭാഗത്തുള്ള ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ കാഴ്ചകളും നമ്മൾ കണ്ടു. പിന്നെ അവിടെ നിന്ന് ചെന്നപ്പോൾ 2-3 കുഞ്ഞു പയ്യന്മാരെയൊക്കെ ഉണ്ട്. അവന്മാർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡാമിൻ്റെ അവിടെയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടെ നിന്ന് ആ ഡാമിൻ്റെ ചെറിയ വ്യൂ ഒക്കെ എടുത്തിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പെരിയാറുണ്ടല്ലോ, പെരിയാർ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നൊരു ഡാമാണ് ഈ നമ്മുടെ ഭൂതത്താൻകെട്ട് അണക്കെട്ട്. അത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അത് ഫുള്ള് ഷട്ടറാണ്, തുടക്കം മുതൽ അവസാനം വരെ ഷട്ടർ മാത്രമുള്ള ഒരു ഡാമാണ്. ഒരു തടയണ ഡാമെന്ന് പറയാം, അങ്ങനെയുള്ളൊരു ഡാമാണ്. അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങിയിട്ട് അതിൻ്റെ താഴെ ഒരു പാലമുണ്ട്. അങ്ങനെ പാലത്തിൽ വന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി. പഴയ ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ഡാമുണ്ട്, അതങ്ങ് താഴെയാണ്. അങ്ങൊന്നും പോകാൻ പറ്റിയില്ല എനിക്ക്. അതിൻ്റെ മുകളിൽ മെയിനായിട്ടുള്ള ഭൂതത്താൻകെട്ട് ഡാമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് അവിടെ നിന്ന് പിന്നെ ബസ് കയറി. താഴത്തെ പാലത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറി നേരെ അവിടെ നിന്ന് കീരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടത്തേക്ക് പോകുന്ന, കോതമംഗലത്ത് നിന്ന് ഈ പൂയംകുട്ടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് കീരമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ നേരെ കീരമ്പാറയ്ക്ക് ബസ് ടിക്കറ്റ് എടുത്തിട്ട് കീരമ്പാറ വന്നിറങ്ങി. കീരമ്പാറ നേരെ പെട്ടെന്ന് വിചാരിച്ച് പൂയംകുട്ടി ബസ് എന്ന് വിചാരിച്ച് നേരെ പിണോർക്കുടി ബസ്സിൽ കയറി, അബദ്ധത്തിന് കയറി. പൂയംകുട്ടി എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയാണ്, ബസ് കണ്ടക്ടർ ചേട്ടൻ പറയാണ്, പൂയംകുട്ടി പോകില്ല പിണോർക്കുടിയേ പോകുള്ളൂ. ഞാൻ ചോദിച്ചാൽ ആ പൂയംകുട്ടി വഴിയാണോ? അപ്പോൾ പറഞ്ഞു പൂയംകുട്ടി കുട്ടമ്പുഴ വഴിയെന്ന് പറയാം. അപ്പോൾ കുട്ടമ്പുഴ ഇറങ്ങി. അവിടെ നിന്ന് കുട്ടമ്പുഴ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പയ്യന്മാരുടെ അടുത്തൊക്കെ സംസാരിച്ച് നിന്നിട്ട്, അപ്പം വെള്ളാരംകുത്തുള്ള പയ്യന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വെള്ളാരംകുത്തുള്ള പയ്യന്മാരെ കണ്ട് സംസാരിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് വെള്ളാരംകുത്ത് ബസ് കയറി. അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അങ്ങനെയുണ്ട് ഈ വെള്ളാരംകുത്തിന്, ഈ നമ്മുടെ കുട്ടമ്പുഴ ടൗണിൽ നിന്ന്. കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ തൊട്ട് താഴെയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് നേരെ ബസ് കയറി നമ്മൾ നേരെ അന്ന് വൈകുന്നേരത്തെ 5:30 ബസ്സിൽ കയറി. 6 മണി 6:45 അല്ല 4:45 ബസ് 4:45 ബസ് കയറി 5:30-5:45 ആയപ്പോൾ നമ്മളിവിടെ എത്തി, നമ്മുടെ പൂയംകുട്ടിയിലെ വെള്ളാരംകുത്തിലെത്തി. അങ്ങനെ അന്നത്തോടെ നമ്മുടെ യാത്രയും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് കേട്ടോ ആ ഒരു ദിവസം. കൃത്യമായിട്ട് ഞാനിനി ഫോൺ നോക്കിയിട്ട് പറഞ്ഞു തരാം ഏത് ദിവസമാണെന്ന് നമ്മൾ ലാസ്റ്റ് യാത്ര ചെയ്തത്. അപ്പം ഞാൻ ആ ദിവസം യാത്രയൊക്കെ കഴിഞ്ഞു. നവംബർ 30 അങ്ങനെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ദിവസം പോയത്. നവംബർ 30 തോന്നുന്നു, ഓർമ്മയില്ല. നവംബർ 30-ാം തീയതി ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പൂയംകുട്ടിയിലെത്തി. പിന്നെ പിറ്റേ ദിവസം നവംബർ 31 അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോഴേ നമ്മളവിടെ നിന്ന് യാത്ര ചെയ്തു. അവിടെ നിന്ന് ബിജു എന്ന് പറയുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ അന്ന് ഓട്ടം പോയിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പിന്നെ ഒരാഴ്ചയായി. പിന്നെ വേറെ ദൂരോട്ടും പോകാനും പറ്റൂല. അങ്ങനെ പിന്നെ ഒരാഴ്ചയായി വീട്ടിൽ ഇത് വന്നിട്ട്. അപ്പോഴും അവിടെ ചെയ്ത് ഇതിട്ട് നവംബർ 1-ാം തീയതി 31-ാം തീയതി എങ്ങനെയാണ് അവിടെ നിന്ന് ഞാൻ വന്നു. ഒരു ശനിയാഴ്ചയാണെന്ന് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് പിന്നെ ബീച്ചേട്ടനെ നോക്കിയിരുന്നിട്ട് കണ്ടില്ല. പ്രശാന്ത് ചേട്ടനെ വിളിച്ചു. പ്രശാന്ത് ചേട്ടൻ എന്നെ അവിടെ നിന്ന് നേരെ പൂയംകുട്ടിയിൽ കൊണ്ടുവിട്ടു. പൂയംകുട്ടി ടൗണിൽ വൈകിട്ട് ഒരു 5:30-ക്കുള്ളൊരു ബസ്സുണ്ടായിരുന്നു പൂയംകുട്ടിയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുന്ന. അങ്ങനെ ആ ബസ് കണക്കാക്കി പ്രശാന്ത് ചേട്ടൻ എന്നെ കൊണ്ടുവിട്ടു. പ്രശാന്ത് ചേട്ടൻ കൊണ്ടുവിട്ടതിന് ശേഷം ഞാൻ പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതിൽ സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളവിടെ നേരെ എറണാകുളത്തേക്ക് ബസ് കയറി. കോതമംഗലത്തേക്ക് ബസ് കയറിയിട്ട് ഞാൻ എത്തിപ്പെട്ടത് നമ്മുടെ കോതമംഗലത്താണ്. ഒരു 7:30 ഒക്കെ ആയപ്പോൾ നമ്മളവിടെ വന്നു. കോതമംഗലത്ത് നിന്ന് പിന്നെ ആലുവ രാത്രി ഒരു 9:30
ഒക്കെ ആയപ്പോൾ ഞാൻ ആലുവയിൽ വന്നു. 8:30 മണിക്കകത്ത് ഞാൻ ആലുവയിൽ വന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പിന്നെ ടിക്കറ്റും എടുത്തിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലിരുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിലിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റും എടുത്തിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിലിരുന്നു. അങ്ങനെ ഞാനവിടെ നിന്ന് രാത്രി ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴേ തൃശ്ശൂർ മാളയിൽ നിന്നുള്ളൊരു ചേട്ടൻ കേട്ടോ, നമ്മുടെ വീഡിയോസ് കാണുന്നൊരു ചേട്ടനാണ്. എന്നെ നോക്കിയിട്ട് ചിരിച്ചു, അങ്ങനെ സംസാരിച്ച്. ബ്രോ, എനിക്ക് പിന്നെ അറിയത്തില്ലല്ലോ, വീഡിയോസ് കണ്ട് സ്ഥിരമായിട്ട് കമൻ്റൊക്കെ ഇടുന്നവരാണെങ്കിൽ നമ്മൾ DP ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും ഇയാളെ. ആ ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അഥവാ ഇനി യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ചിരിച്ചതായിരിക്കും, അങ്ങനെ പരിചയമുള്ളതായിരിക്കും. എന്നിട്ട് ചോദിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പയ്യനില്ലേ, പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് സംസാരിച്ചിട്ട് തൃശ്ശൂർ മാളയിൽ നിന്ന് ഇരുന്നൊരു ചേട്ടനാണ്. അപ്പം ആ ചേട്ടനെ കണ്ട് സംസാരിച്ചു. പിന്നെ തലേ ദിവസം നമ്മൾ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ നിന്നൊരു ചേട്ടനെ കണ്ടു കേട്ടോ. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടനെ നമ്മളെ വീഡിയോസ് കാണുന്ന ചേട്ടനാണ്. അങ്ങനെ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ചാനൽ ഒരാൾ പോലും അറിയപ്പെടാതെ, അതായത് ഒരാൾ പോലും നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണൂല എന്ന് പറഞ്ഞ് 1000 സബ്സ്ക്രൈബേഴ്സ് തയ്ക്കാൻ ഭയങ്കരമായിട്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പം ഭയങ്കര മോശമായിട്ട് നമ്മളെ പറയുകയും ഭയങ്കര രീതിക്ക് നമ്മളെ കുറ്റം പറയുകയൊക്കെ ചെയ്ത ഒരുപാടധികം പേര് എനിക്കുണ്ടായിരുന്നു. കുറച്ചധികം പേര് മാത്രമേ ഉള്ളൂ എന്നെ അന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന എന്നെ ഇത്രയും കുറച്ച് ആൾക്കാരെങ്കിലും അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത് നമ്മുടെ ഓഡിയൻസാണ്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോരുത്തരെ നമ്മളെ കാണുമ്പോഴും, നമ്മളെ വീഡിയോസ് കാണുന്നവരെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ എല്ലാവരും വന്ന് മിണ്ടാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ചിരിച്ചില്ലെങ്കിൽ നമ്മൾ അയ്യേന്നാവും. അപ്പം വന്ന് ചോദിക്കുക, വീഡിയോ ചെയ്യണ സജിത്താണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ എറണാകുളത്ത് ആലുവയിൽ എത്തിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ട് രാത്രി 12:30 ട്രെയിനിൽ കയറി അവിടെ തിരുവനന്തപുരത്തോട്ട് എത്തി. തിരുവനന്തപുരത്ത് പിറ്റേന്ന് രാവിലെ 6 മണിയായപ്പോൾ എത്തി. പിന്നെ അവിടെ നിന്ന് വിതുര ബസ് കയറി വിതുര സ്റ്റാൻഡിലെത്തിയപ്പോൾ ഒരു 8:30-8:45 ആയി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എൻ്റെ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ എന്നെ ഇവിടെ അക്കരെ ഒരു കാവുണ്ട്, നമ്മൾ അകസിറടത്തേക്ക് ലോഡൊക്കെ കൊണ്ടുപോകണം സ്ഥലം, അക്കരെ കൊണ്ട് വിട്ട്. അക്കരെ നിന്ന് ഞാൻ ഒരു 1/2 കിലോമീറ്റർ നടന്ന് വീട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ 2-ാം തീയതി എങ്ങനെയാണ് ഞാനിവിടെ വീട്ടിലെത്തുന്നത്. കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് നവംബർ 2-ാം തീയതിയാണ് ഞാൻ വീട്ടിലെത്തുന്നത്. 27-ാം തീയതി പോയി ഞാൻ നവംബർ 2-ാം തീയതിയാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ അടിപൊളി ഒരു യാത്രയായിരുന്നു എറണാകുളം ജില്ലയിലെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴേ അത്യാവശ്യം മഴയൊക്കെയുള്ളൊരു ദിവസമാണ്. ഇവിടെ പിന്നെ അധികം തണുപ്പൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ 2-ാം തീയതി നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എറണാകുളം ജില്ലയിൽ നമ്മുടെ സെയിം കാലാവസ്ഥ തന്നെയാണ്, ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് മലയോര മേഖലകളിൽ. പിന്നെ ഇടുക്കിയായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരുപാടധികം സ്ഥലങ്ങൾ. പിന്നെ എനിക്ക് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ ഈ ഉൾഗ്രാമ കാഴ്ചകളൊന്നും നല്ല രീതിക്ക് എടുക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ഒരുപാടധികം പേര് ഇങ്ങനെ ടാർപ്പായൊക്കെ കെട്ടിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്നുണ്ട്. അവിടുത്തെ വീഡിയോസൊക്കെ നമുക്കെടുത്ത് പബ്ലിസിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇത് ഓവറായിട്ട് ഇങ്ങനെ ഉൾഗ്രാമങ്ങളിൽ കിടക്കുന്ന ആൾക്കാർ, അതായത് അറിയാമല്ലോ ഇപ്പം കേരളം ഭയങ്കര നമ്പർ 1 എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേരളം ആയാലും ഇന്ത്യ ആയാലും ഒരിക്കലും നമ്മൾ അമേരിക്കേനെ പോലെ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടോ ഒന്നും നമ്മൾ ഈ സമയത്തൊന്നും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നിൽ നിന്ന് കഴിഞ്ഞാലും നമുക്കിതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാടധികം സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലായാലും നമ്മൾ കാണുന്ന കുറച്ചധികം കുടിൽ കെട്ടിയ കിടക്കുന്ന ചേരികളിലുള്ള മനുഷ്യരുണ്ട്, വീടും കുടിലും ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട്. പിന്നെ അതുപോലെ കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വെറും ടാർപ്പായൊക്കെ കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, അഥവാ നമുക്ക് വീഡിയോ എടുക്കുന്നതിനാണ് പ്രശ്നം, അവിടെ ഊരിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങനെ ഏതെങ്കിലും ഊരുകളിൽ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ വീഡിയോ വരാതെ നമ്മൾ ഇതുപോലെ അവിടുത്തെ ഒരു ഞാൻ പോയതിൻ്റെ യാത്രയുടെ ഒരു വിശേഷം നിങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും. അതാണ് എൻ്റെ യാത്രാവിശേഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നിരവധി സ്ഥലങ്ങളിൽ പോയിട്ട് ഇതുപോലുള്ള യാത്രാവിശേഷങ്ങൾ നമുക്കെന്തായാലും ചെയ്യാം. അപ്പം ഏറ്റവും കൂടുതലും എനിക്ക് വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എറണാകുളം ജില്ല ഒരു ഭാഗത്ത് കൊച്ചി മെട്രോ
പണി ചെയ്യുന്നു, ഓരോ റീച്ചുകൾ പണി ചെയ്യുന്നു, നാഷണൽ ഹൈവേകൾ വരുന്നു. അതോടൊപ്പം എറണാകുളം ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് റോഡ് ഇല്ലാത്ത ഗ്രാമങ്ങൾ, വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങൾ, അങ്ങനെ വീടും കുടിലും ഇല്ലാത്ത ടാർപ്പായ കെട്ടിക്കിടക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെ നിരവധി ആൾക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമുക്ക് എറണാകുളം ജില്ലയിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടുക്കിയിലൊക്കെ നമ്മൾ പോകുന്നതിനെക്കാട്ടി അപ്പുറം നല്ല ഇതുണ്ട്, ജനസാന്ദ്രതയുണ്ട്. കാരണം അടുപ്പിച്ചടുപ്പിച്ച് വീടുകളുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട് അടുപ്പിച്ചടുപ്പിച്ച്. കാരണം കേരളത്തിൽ 3-ാം സ്ഥാനത്ത് ജനസംഖ്യയുള്ള ജില്ലയാണ് എറണാകുളം. പിന്നെ എറണാകുളം ജില്ലയിൽ വന്നിട്ട് നമുക്ക് ഒരു മോശം അനുഭവം ഒന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇടുക്കിയിലൊക്കെ പോയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുക്കിയിൽ 1-2 പേര് നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറി, പക്ഷേ ബാക്കി പിന്നെ നമുക്ക് കിട്ടിയതെല്ലാം സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ എറണാകുളം ജില്ലയിലെ യാത്രകളൊക്കെ അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചിലപ്പോൾ ഇനി യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തെങ്കാശി, തമിഴ്നാട് ആ ഭാഗങ്ങളൊക്കെ ആയിരിക്കും. അവിടുത്തെ ഉൾഗ്രാമങ്ങളൊക്കെ തേടിയിട്ടുള്ള യാത്രകൾ ചെയ്യണം. അതൊക്കെയാണ് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ യാത്രാവിശേഷം അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ തന്നെ ക്യാമറയുടെ ഇത് ഫുള്ളായെന്നാണ് എനിക്ക് തോന്നുന്നത്, റെഡ് അടിച്ച് വരുന്നുണ്ട്. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലുള്ള കുഞ്ഞു എൻ്റെ യാത്രയുടെ വിശേഷം കൂടെ നമ്മൾ യാത്രകൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര പോയതിന് ശേഷം ഇതുപോലുള്ള കുഞ്ഞു യാത്രയുടെ വിശേഷവും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു യാത്രാവിശേഷം നമ്മുടെ പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത് ഇതിൽ നല്ലൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളോ വനത്തിൻ്റെ കാഴ്ചകളോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. മഴയായതുകൊണ്ടാണ് പുറത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ വീട്ടിനകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.